എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു കഥ പറയാനുണ്ട്. അത് 1983 കഥയാണ്. അന്ന് ഞാൻ എൻ്റെ ഇളയ മകനെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു ഡോക്ടർ, പ്രശസ്തയായ ഒരു ഡോക്ടർ, അവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഇപ്പോഴത്തെ ഗവൺമെന്റിൽ തന്നെ മന്ത്രിയാണ്. ഈ ഡോക്ടറെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. റെഗുലറായിട്ട് അവരെ വീട്ടിൽ പോയി കാണുമായിരുന്നു. അതായത് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ. ആദ്യമൊക്കെ മാസത്തിലൊരിക്കൽ, പിന്നെ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ പോയി കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് BP, പ്രഗ്നൻ്റ് ആയ സമയത്ത് BP ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോയി കാണേണ്ടി വന്നത്, റെഗുലറായിട്ട് പോയി കാണേണ്ടി വന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഡെലിവറിയുടെ സമയമായി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ തന്നെ കാണാൻ പോയത്, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെങ്കിൽ ഈ BP ഒക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഡെലിവറി ആകുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ മെഡിക്കൽ കോളേജ് ആണല്ലോ അവസാനത്തെ അത്താണി എന്ന് വിചാരിച്ചാണ് ഈ ഡോക്ടറെ തന്നെ കണ്ടത്. അപ്പം അങ്ങനെ ചെന്ന് അവസാനം ഡെലിവറിയുടെ സമയമാകുന്നു, ഡേറ്റ് ആകുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അപ്പോഴേ നല്ല പെയിനുണ്ട്. അങ്ങനെ പെയിനൊക്കെ ആയിട്ട് പോന്നു. രാത്രി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് അതികലശലായ പെയിൻ എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത പെയിൻ. അത് പ്രസവിച്ച സ്ത്രീകൾക്കേ അറിയാവുള്ളൂ പെയിൻ എങ്ങനെയാണെന്ന്. അതായത് മരണത്തെ മുഖാമുഖം കാണുന്നതിന് തുല്യമാണ് ശക്തമായ വേദന എന്ന് പറഞ്ഞാൽ. അങ്ങനെ വേദന എടുത്തുകൊണ്ടിരിക്കുക മാത്രമല്ല, ഞാൻ കിടക്കുന്ന, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് എനിക്ക് തന്നെ നന്നായിട്ട്, രണ്ടാമത്തെ പ്രസവമാണല്ലോ, അതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാകുന്ന സമയം.